അപ്പോഴല്ലേ കോൺട്രവേഴ്സിയും കണ്ടന്റ് വിട്ടിട്ട് പൈസ പറ്റത്തുള്ളൂ ചങ്ങലാരല്ല ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ്. അവർക്ക് ജീവിക്കണ്ടേ ചാലോ. അതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർ ആഘോഷിച്ചാണ്. പക്ഷെ നാടിന് നന്മ വരുന്ന കാര്യങ്ങൾ ഇനിയും ഇങ്ങനൊരു സാധനം നടക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം നടക്കരുതെന്ന് പറഞ്ഞ് അവരത് നിങ്ങൾക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കാം. അതേ സജ്ജന ചേച്ചി ഞങ്ങൾ ഒളിക്യാമറ വെച്ചിട്ട് ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് ഒപ്പിയെടുത്ത കാര്യങ്ങളല്ല സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചത്. നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് 3 വീഡിയോയിൽ കൂടെ നിങ്ങളുടെ അവിഹിതങ്ങളുടെ ചാകരകൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു. പുള്ളീൻ്റെ വെറും ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ എന്ന് കരുതിയിട്ടല്ല ഞങ്ങൾ പറഞ്ഞത്. പുള്ളി വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ചേച്ചിയും റസൂൽ പൂക്കുറ്റിയും തമ്മിലുള്ള സംസാരങ്ങൾ കേട്ടു. അതിൽ ചേച്ചീൻ്റെ വായിൽ പറയുന്ന ഒരു സാധനം ദേ കേൾപ്പിച്ചേരാം. ഫാമിലി വേണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരണം, എനിക്ക് പൈസ മതി. പൂക്കുറ്റി ചേട്ടനോട് 3.5 കോടി ചോദിച്ചത് ഞാനാണോ ചേച്ചിയാണോ? ഒരു ദിവസം പെട്ടെന്ന് അക്കൗണ്ടിൽ പോസ്റ്റ് വരിക, പിറ്റേ ദിവസം വന്നിട്ട് പറയുകയാണ് അയ്യോ ഇത് ഏതോ ഒരാൾ കൊണ്ടുപോയി മാനിപ്പുലേറ്റ് ചെയ്ത് ഇട്ടതാണെന്ന്. അതിൻ്റെ പിറ്റേ ദിവസം മീഡിയയിൽ വന്നിട്ട് ഭയങ്കര കരച്ചിൽ. അതിൻ്റെ പിറ്റേ ദിവസം ഭർത്താവ് വന്നിട്ട് ഫുൾ ചരിത്രങ്ങൾ വിളമ്പി. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ വലിയ തെറ്റുകാർ. എന്തുവാ നിങ്ങളുടെ അഭിപ്രായം?